ശബരിമല ദർശനത്തിന് ശ്രമിച്ച ആദിവാസി നേതാവ് അമ്മിണിയുടെ കുടുംബത്തിനു നേർക്ക് വീണ്ടും ആക്രമണം. ആക്രമണത്തിന് പിന്നിൽ സംഘപരിവാറുകാരാണെന്ന് അമ്മിണി ആരോപിക്കുന്നു. അമ്പലവയലിലുള്ള അമ്മിണിയുടെ ചേച്ചിയുടെ മകൻ പ്രഫുല്ലിനെയാണ് സംഘപരിവാർ പ്രവർത്തകർ ആക്രമിച്ചത്. പ്രഫുല്ലിൻ്റെ തലയിൽ കമ്പി കൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുകയും തല പൊട്ടിക്കുകയും ചെയ്തു. സഹോദരി ആക്രമിക്കുകയും വീട് തകർക്കുകയും ചെയ്തിരിക്കുന്നു. ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം. ഇരുവരെയും ബത്തേരി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഡിസംബർ 31-ന് അമ്മിണിയുടെ കുടുംബത്തിന് നേരെ ആദ്യം ആക്രമണമുണ്ടായി. രാത്രി ഏതാനും പേർ എത്തി കല്ലെറിയുകയും തെറിവിളിക്കുകയുമായിരുന്നു അന്ന്. അമ്മിണിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഡിസംബർ 23-നാണ് അമ്മിണി ശബരിമല സന്ദർശനത്തിന് ശ്രമിച്ചത്. എന്നാൽ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് അന്ന് ദർശനം നടത്താൻ സാധിച്ചിരുന്നില്ല. ഏറെ വിവാദമുണ്ടാക്കിയ മനീതി സംഘത്തിന് പിന്നാലെയായിരുന്നു അടുത്ത പുലിവാലുമായി അന്ന് ദളിത് നേതാവ് അമ്മിണിയും ശബരിമലയിലെത്തിയത്. ഭക്തരുടെ അതിശക്തമായ പ്രതിഷേധമായിരുന്നു അമ്മിണി മനീതി സംഘത്തിനു നേർക്ക് ടെലിവിഷനിലൂടെ എരുമേലി പോലീസ് സ്റ്റേഷനിലിരുന്ന് കണ്ടത്. ശബരിമല സന്ദർശനത്തിനെത്തിയ അമ്മിണിയെ പോലീസാണ് എരുമേലി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. പമ്പയിലും പരിസരത്തും ഭക്തജനങ്ങൾ സൃഷ്ടിച്ച പ്രതിഷേധം കണ്ട് അമ്മിണി തീരുമാനം മാറ്റി. ആദ്യം പോലീസ് സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞ അമ്മിണി പമ്പയിലെ സംഘർഷാവസ്ഥയുടെ ചാനൽ ദൃശ്യങ്ങൾ കണ്ടതോടെ തിരിച്ചു പോകാം എന്നുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. പോലീസ് സംഘം ആദ്യം അമ്മിണിയുമായി നിലയ്ക്കലിലേക്ക് തിരിച്ചെങ്കിലും പ്രതിഷേധം ഭയന്ന് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. കോട്ടയത്ത് നിന്ന് പൊൻകുന്നം വഴിയാണ് അമ്മിണി അന്ന് എരുമേലിയിലെത്തിയത്. എല്ലായിടത്തും വിശ്വാസികൾ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് തൻ്റെ യാത്ര തടസ്സപ്പെടുത്തിയാൽ പമ്പയിൽ നിരാഹാരമിരിക്കുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയിരുന്നു അമ്മിണി. മനീതി സംഘത്തിൻ്റെയോ തൃപ്തി ദേശായിയുടെയോ ഒന്നും പോലെയല്ലായിരുന്നു അമ്മിണിയുടെ അന്നത്തെ ദർശനയാത്ര. ആരെയും അറിയിക്കാതെ സാധാരണ വിശ്വാസിയെ പോലെയാണ് അവർ യാത്ര തിരിച്ചത്. തടസ്സപ്പെടുത്താനോ ക്രമസമാധാന പ്രശ്നമോ ഉണ്ടായാൽ തടയേണ്ടത് പോലീസാണെന്ന നിലപാടിലായിരുന്നു അന്നവർ. തൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് ഭയന്ന് അമ്മിണി പോലീസിനോട് തന്നെ എങ്ങനെയും ഇവിടെ നിന്ന് മാറ്റണമെന്ന് ഒടുവിൽ അഭ്യർത്ഥിക്കുന്നത് വരെ എത്തി കാര്യങ്ങൾ. എരുമേലി പോലീസ് സ്റ്റേഷന് ചുറ്റും അന്ന് RSS BJP പ്രവർത്തകർ തമ്പടിച്ചിരുന്നു. അമ്മിണിയുടെ സഹോദരിയുടെ പുത്രൻ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ ബൈക്ക് നിർത്തിച്ച് കമ്പിപ്പാര കൊണ്ടായിരുന്നു ആക്രമണം. സഹായിക്കാൻ ഓടിയെത്തിയ യുവാവിൻ്റെ അമ്മയ്ക്ക് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. അമ്മിണിയുടെ കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഇത് 2ാം തവണയാണ്. ചേച്ചിയുടെ മകനായ പ്രഫുൽകുമാർ പണിസ്ഥലത്ത് കൂലി വാങ്ങാൻ പോകുമ്പോഴായിരുന്നു ഈ ആക്രമണം. റോഡിൽ വെച്ച് പ്രഫുല്ലിൻ്റെ ബൈക്ക് നിർത്തി കമ്പിപ്പാര കൊണ്ട് ആക്രമിച്ചു. ആക്രമണത്തിൽ പ്രഫുല്ലിൻ്റെ തലയുടെ പിൻഭാഗത്ത് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. ആദ്യം അമ്പലവയൽ സർക്കാർ ആശുപത്രിയിലും ഇപ്പോൾ ബത്തേരി താലൂക്ക് ആശുപത്രിയിലുമാണ് പ്രഫുല്ലിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പ്രഫുല്ലിനെ മർദ്ദിക്കുന്നതറിഞ്ഞ് സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിയപ്പോഴാണ് ചേച്ചിയെയും അക്രമികൾ വടികൊണ്ട് മർദ്ദിച്ചത്. പിന്നീട് വീട്ടിൽ കയറി കണ്ട സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ചു. പ്രഫുല്ലിന് നേരെ ആക്രമണമുണ്ടായതറിഞ്ഞ് 1.5 കിലോമീറ്റർ അകലെ ചേച്ചിയുടെ വീട്ടിൽ പോയി തിരിച്ചു വരുന്നതിനിടയിൽ ശരണം വിളികളോടെ തൻ്റെ വാഹനത്തിന് നേരെയും വൻ പ്രതിഷേധമുണ്ടായതായി അമ്മിണി പറയുന്നു. ആദിവാസി വനിതാ പ്രസ്ഥാനം പ്രസിഡന്റും ഊർ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയുമാണ് കെ. അമ്മിണി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.